ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. ഓരോ വർഷത്തെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയായിട്ട് നടത്താൻ വേണ്ടി സാധിച്ച അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഈ ജൂബിലി കുളത്തിൻ്റെ സന്തോഷകരമായ ഈ ഒരു സായാഹ്നത്തിൽ ഉദ്ഘാടനത്തിനോടൊപ്പം നമ്മളോടൊപ്പം നിങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും 2025 മാർച്ച് മാസത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ എല്ലാ പ്രാദേശിക സർക്കാരുകളോടും സർക്കാരിൻ്റെയും കൂടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനകീയമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഇനി നമ്മുടെ മുമ്പിലേക്ക് ഒരു മാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധത്തിലേക്കുള്ള വീഴ്ചയും ഇല്ലാതെ തന്നെ നമ്മൾ 2021 തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായിട്ട് വടകര നഗരസഭ അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയായ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷെ അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് സുസ്ഥിര സംവിധാനമായിട്ട് വടകര നഗരസഭയ്ക്ക് ഉള്ള 98ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളും നഗരസഭയിലെ കണ്ടിജന്റ് വർക്കർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ജനകീയ പിന്തുണയോടുകൂടെ തന്നെ നാളിതുവരെയായിട്ട് അത് സുസ്ഥിരമായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ നമുക്ക് കേരള സംസ്ഥാനം മാർച്ചിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ വടകരയ്ക്ക് അത് സുസ്ഥിര പ്രഖ്യാപനം എന്നുള്ള രീതിയിലേക്ക് സർക്കാരിനോടൊപ്പം തന്നെ ഒരുപടി മുന്നേ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനവും നമുക്ക് വടകരക്കാർക്കുണ്ട്. ഏതായാലും നമ്മുടെ ഈ കുളം എന്ന് പറയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ 1901 വിക്ടോറിയ രാജ്ഞി സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരു കുളം. ഒരു കാലത്തെ ഈ നാടിൻ്റെ കുടിവെള്ള സ്രോതസ് ആയിരുന്നു ഈ കുളം എന്നതാണ്. 1980 വരെ ഇതിനകത്ത് കുടിവെള്ളം തന്നെ ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിയിരുന്നു. പക്ഷേ പിന്നീട് പലതരത്തിൽ മലിനമായി വളരെ വൃത്തികെട്ട രൂപത്തിലേക്ക് ഈ ഒരു കുളവും പരിസരവും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇതിനകത്തെ ഒരുപാട് ഫണ്ടുകൾ ആളുകൾ പല വിധത്തിൽ ഇത് നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പല സമയത്തായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനിവിടെ MLA ആയി വന്നതിന് ശേഷം തന്നെ ഈ പ്രദേശവാസികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ കുളത്തിൻ്റെ നവീകരണം. ഇതൊന്ന് നന്നാക്കിയെടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈമാസ് ലൈറ്റ്, ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റില്ലാത്ത പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നതായിരുന്നു. അങ്ങനെ ആ സമയത്തെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇത് എന്തായാലും ഒരു നല്ല പദ്ധതിയാക്കി ഈ കുളം മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നത്. പ്രത്യേകിച്ചും ഈ നാട്ടിൽ കുളത്തിൽ ജലം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കുടിവെള്ള ക്ഷാമത്തൊക്കെ പല രൂപത്തിൽ വരൾച്ച വലിയ രൂപത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കുടിവെള്ളം സംരക്ഷിക്കേണ്ടത്, കുടിവെള്ളം എല്ലാവർക്കും എത്തേണ്ടത്, അപ്പം ഇത്തരത്തിലുള്ള സ്രോതസ്സുകൾ നമുക്ക് സംരക്ഷിച്ചു നിർത്തേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. MB രാജേഷ് അവർ പാലക്കാട് MBയും ആഗോളവൽക്കരണത്തിന്റെ വിരുദ്ധ ലോകങ്ങൾ പരാജയപ്പെട്ട കമ്പോള ദൈവം തുടങ്ങിയ ശ്രദ്ധേയമായ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ ശ്രീ MB രാജേഷ് അവർ ആദ്യം ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയാണ്. ഇതുപോലുള്ള പൊതു ഇടങ്ങളെല്ലാം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. കേരളം ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇത്ര ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് പറയുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. അത് പറയാനുള്ളൊരവസരമായിട്ട് ഞാനിതിനെ മാറ്റുന്നു. അത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തെക്കുറിച്ചാണ്. മാർച്ച് 30 ലോകമാകെ ഇൻ്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ മാർച്ച് 30 ആവുമ്പോഴേക്കും കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് 44 ദിവസമാണ്. ആ 44 ദിവസം കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ഒരുക്കാനാവണം. വടകര നഗരസഭ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ തുടക്കം മുതലേ മികച്ച പ്രവർത്തനം നടത്തുന്ന നഗരസഭയാണ് എന്ന് പറയാൻ പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും പലയിടത്തും വൃത്തിയാക്കിയത് മാത്രമല്ല, വൃത്തിയാക്കിയ പൊതുസ്ഥലം സംരക്ഷിക്കാൻ ചെടിച്ചട്ടികളും മറ്റൊക്കെ വെച്ചത്
വളരെ സന്തോഷത്തോടെ കാണുകയുണ്ടായി. ഞാനെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് മുഴുവൻ റോട്ടിലേക്ക് നോക്കിയിരിക്കുക. കാരണം നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ റോട്ടിലേക്ക് നോക്കിയാൽ മതി. ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2021 മുതൽ ആരംഭിച്ചതാണെങ്കിലും ബ്രഹ്മപുരത്ത് തീപിടുത്തത്തോടു കൂടിയാണ് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കാകെ കൂടുതൽ ഊന്നൽ കൈവന്നത്. തീപിടുത്തമുണ്ടായപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒന്ന്, ഈ ആപത്തിനെ ഒരു അവസരമാക്കിയിട്ട് ഗവൺമെന്റ് മാറ്റും എന്ന്. തീപിടുത്തം എന്ന ആപത്തിനെ കേരളത്തെയാകെ മാലിന്യമുക്തമാക്കാനുള്ളൊരു അവസരമാക്കി മാറ്റും എന്നായിരുന്നു ഒന്ന്. രണ്ടാമത് പറഞ്ഞത് ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നായിരുന്നു. അതിനൊരുപാട് ട്രോള് ഉണ്ടായി, വലിയ പരിഹാസങ്ങൾ ഉണ്ടായി. സ്വാഭാവികമാണ്, അതൊരു തള്ളായിട്ടാണ് പലരും കണ്ടത്. നേരത്തെയും ഇങ്ങനെ പ്രഖ്യാപനങ്ങളൊക്കെ കണ്ടതിൻ്റെ അനുഭവം കൊണ്ടായിരിക്കണം വലിയ പരിഹാസമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു 8-10 ദിവസം മുമ്പ് ഞാനും കൊച്ചി മേയറും എല്ലാവരും കൂടി ബ്രഹ്മപുരത്ത് പോയിരുന്നു. ബ്രഹ്മപുരത്ത് പോയപ്പോൾ അവിടെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. ഈ പ്രായത്ത് പോയിട്ട് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പൂതി ഉണ്ടായിട്ട് ചെയ്തതല്ല. അതുകൊണ്ട് മാത്രമാണ് അതൊരു വാർത്തയായതും 4 ആൾ അറിഞ്ഞതും. അല്ലെങ്കിൽ ഒരിക്കലും ആരും അറിയില്ല. 8 ലക്ഷം മെട്രിക് ടണ്ണിലധികം മാലിന്യം കുമിഞ്ഞുകൂടിയിരുന്ന 110 ഏക്കറയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യമല, പതിറ്റാണ്ടുകളായി കൊച്ചി നഗരം സൃഷ്ടിച്ച എല്ലാ മാലിന്യവും ഏറ്റുവാങ്ങി ആകാശം മുട്ട ഉയർന്ന മാലിന്യമല, അതിൻ്റെ 75% നമ്മൾ നീക്കം ചെയ്തു. അതായത് 6 ലക്ഷം മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്ത് അത്രയും സ്ഥലം വീണ്ടെടുത്തു. അവശേഷിക്കുന്നത് മെയ് ആവുമ്പോഴേക്കും തീരും. ഇത്രയും വലിയ മാറ്റം ഉണ്ടായി. ഒരിക്കലും നടക്കില്ല, അസാധ്യം എന്ന് കരുതിയത് ഇപ്പതാ സാധ്യമായി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല, അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്ത് 10 ഏക്കറിൽ പ്രതിദിനം 150 ടൺ മാലിന്യം സംസ്കരിച്ച് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന BPCLന്റെ CBG പ്ലാന്റ് ഈ മാർച്ച് അവസാനം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. പണി പൂർത്തിയാവാറായി. ആരും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ടാണ് അന്ന് പൂങ്കാവനമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ട്രോള് വന്നത്. ഇപ്പോൾ അവിടെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മപുരത്ത് ഒരു ചെറിയ പൂന്തോട്ടം അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വോളിബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സാഹസത്തിന് മുതിർന്നത്. കാരണം അതല്ലെങ്കിൽ ഒരു വാർത്തയും വരില്ല. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത ഇപ്പതാണ്, നല്ല കാര്യങ്ങളൊന്നും വാർത്തയാവാതിരിക്കുകയും വിവാദങ്ങൾ മാത്രം പ്രാധാന്യത്തോടെ വാർത്തയാവുകയും ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ആരും അറിയില്ല. ബ്രഹ്മപുരം നമുക്കെല്ലാം ഒരു പാഠമായിരുന്നു. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര യത്നത്തിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തത്. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന്. ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുന്നുമല സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയാ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിലോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ